കമൽനാഥിനെയും മകനെയും എന്നേക്കുമായി കോൺഗ്രസിൽ നിന്ന് മാറ്റുക എന്ന വികാരം, പൊതുവികാരം കോൺഗ്രസിനുള്ളിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ചിന്ദ്വാര മുനിസിപ്പൽ കോർപ്പറേഷനിൽ പോലും അവിടുത്തെ കോൺഗ്രസ് കൗൺസിലേഴ്സ് BJP-യിലേക്ക് അനായാസം കടന്നു ചെന്നിരിക്കുന്നു. അതായത് കമൽനാഥിന്റെ എല്ലാ അനുഗ്രാഹത്തോടു കൂടിയാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് ഏർപ്പെടുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത് എന്ന് പൊതുജനം വിലയിരുത്തുകയാണ്. ഇതിൽ ഒരു മറുപടിയും കമൽനാഥിന് പറയാനില്ല. ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിന്റെ വിവിധ തെരുവോരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അച്ഛനും മകനും കൂടെ എത്തി എന്നുള്ളതല്ലാതെ മധ്യപ്രദേശിലെ രാഷ്ട്രീയ മുഖത്തിൽ ഇവർക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായതാണ്. ഇദ്ദേഹം ആയ കാലം മുഴുവൻ മറ്റുള്ളവരെ വളർന്നു വരാൻ അനുവദിക്കാതെ കശ്മീരിൽ എങ്ങനെയാണോ ഗുലാം നബി ആസാദ് അവിടെ കോൺഗ്രസ് കളിച്ചത്, അതേ രീതിയിൽ ഒരു ഫ്യൂഡൽ മാടമ്പി ആയിരുന്നു ഇദ്ദേഹം. ജ്യോതിരാദിത്യ സിന്ധ്യയെ രാജകുടുംബാംഗമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭ്രഷ്ട് കൽപ്പിച്ച് അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തികളെ ഇവിടെ രാജകീയ ഭരണം ഏൽപ്പിക്കരുത്, ഇത് ജനാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഇത്രയും നാളും കമൽനാഥ് ചെയ്തതെന്നുള്ളത് വ്യക്തമാണ്. 9 തവണയാണ് ചിന്ദ്വാര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹമല്ലാതെ മറ്റാരും അവിടെ വാഴാൻ പാടില്ല. അത് മാത്രമല്ല, മധ്യപ്രദേശിൽ താനാണ് രാജാവ് എന്ന് പറഞ്ഞ് ദിഗ്വിജയ് സിംഗിനെ വരെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ വേണ്ടി പ്ലാനിട്ടവനാണ് ഈ കമൽനാഥ് എന്നുള്ളത് എല്ലാ കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിഗ്വിജയ് സിംഗിന്റെ മകനായ ജയവർദ്ധൻ സിംഗിന്റെ തിരിച്ചുവരവാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് ജനത ആഘോഷിക്കുന്നത്. 29 ലോക്സഭാ സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളത്. അതിൽ 28 BJP-യുടെ കൈവശമാണ്. ഒരു സീറ്റ്, അതായത് ചിന്ദ്വാരയിൽ കമൽനാഥിന്റെ മകൻ ജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും, എന്തിനധികം പറഞ്ഞു ഗുണയിൽ പോലും അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കമൽനാഥിന്റെ രാഷ്ട്രീയപരമായ വിദ്വേഷമായിരുന്നു എന്നുള്ള എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യ കമൽനാഥിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ തീവ്രമായി ശ്രമിച്ചു എന്നുള്ളത് ഒരു പകപോക്കൽ നടപടിയായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അത് കോൺഗ്രസിനോടുള്ള വെല്ലുവിളി ആയിരുന്നില്ല, കമൽനാഥിനോട് മാത്രമുള്ള വെല്ലുവിളിയായിരുന്നു. കാരണം കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അനുകൂലം ആയി നിൽക്കുന്ന ഒരു നേതാക്കളെയും ആ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുകയോ ആ 7 അയലത്ത് അടുപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. അത് സ്വാഭാവികമായും അനിഷ്ട സംഭവത്തിലേക്ക് എത്തി. അതിന് മധ്യസ്ഥത വഹിക്കാൻ പല നേതാക്കളെയും ചുമതലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും AICC അതിൽ വളരെ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യ BJP-യിലേക്ക് പോയി കേന്ദ്രമന്ത്രി വരെയായി. പക്ഷേ അത് ചരിത്രമാണ്. ഇനി അങ്ങോട്ട് ജയവർദ്ധൻ സിംഗിന്റെ യുഗമായി കഴിഞ്ഞാൽ തീർച്ചയായും മധ്യപ്രദേശിൽ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 6 or 7 സീറ്റുകൾ നേടിയെടുക്കാൻ അനായാസം കഴിയും.